പ്രിയരെ, എത്ര വരെയാണ് അത്തഹിയാത്ത് ഓതൽ നിർബന്ധമായിട്ടുള്ള ഭാഗം? അത്തഹിയാത്തിൻ്റെ രൂപം എങ്ങനെയാണ്? എത്ര ഓതിയാലാണ് ഫർള് വീടുക? ഇത് വളരെ വ്യക്തമായി സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് പറഞ്ഞു തരുന്ന ഒരു ക്ലാസ്സാണിത്. പല ആളുകളുടെയും സംശയമാണ്, അത്തഹിയാത്തിൽ ഓതൽ ഫർളായിട്ടുള്ള കാര്യം ഏതാണ്, സുന്നത്തായിട്ടുള്ള കാര്യം ഏതാണ്? പ്രത്യേകിച്ച് സമയമില്ലാത്ത സന്ദർഭങ്ങളിൽ നാം നിസ്കരിക്കുമ്പോൾ ആ ഫർള് മാത്രമായിട്ട് ഓതി നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം തന്നെ വീടും. അതല്ലാത്ത പക്ഷം നിസ്കാരം ബാത്തിലായി പോകുന്ന ഒരു സാഹചര്യമുള്ളത് കൊണ്ട് പലരും ചോദിക്കുന്ന ഒരു വിഷയമാണിത്. 4 റക്അത്തുള്ള നിസ്കാരമാണെങ്കിൽ അത്തഹിയാത്ത് അവിടെ 2 ഉണ്ട്. ആദ്യത്തെ അത്തഹിയാത്തും അവസാനത്തെ അത്തഹിയാത്തും. ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ അത്തഹിയാത്തിൻ്റെയും അവസാനത്തെ അത്തഹിയാത്തിൻ്റെയും ഹുക്കുമാണ്. ആദ്യത്തെ അത്തഹിയാത്ത് എന്ന് പറഞ്ഞാൽ അത് അബ്ആദു സുന്നത്തിൽപ്പെട്ടതാണ്. അഥവാ ആ ആദ്യ അത്തഹിയാത്ത് നാം ഓതിയില്ലെങ്കിലും നിസ്കാരത്തിൻ്റെ അവസാനം സലാം വീട്ടുന്നതിന് തൊട്ട് മുന്നേ ഒരു 2 സഹവിൻ്റെ സുജൂദ് ചെയ്യൽ കൊണ്ട് അത് പരിഹരിച്ചു പോകുമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഹുക്കുമുള്ള ഈ ആദ്യ അത്തഹിയാത്തിൽ ഓതേണ്ട ഭാഗം എവിടം വരെയാണ്? അത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്നതുവരെയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആലിൻ്റെ പേരുള്ള സലാത്ത് ചൊല്ലാതെ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള സലാത്തിൽ ഒതുക്കുക. ഒരു അഭിപ്രായ പ്രകാരം ആലിൻ്റെ മേലുള്ള ആ സ്വലാത്ത് ആദ്യത്തെ അത്തഹിയാത്തിൽ കൊണ്ടുവന്നാൽ നിസ്കാരം തന്നെ ബാത്തിലാകുമെന്നൊരു അഭിപ്രായമുണ്ട്. അതായത് ആലിൻ്റെ മേലുള്ള ഈ സ്വലാത്ത് കൗലിയായ റുക്കനാണെന്നൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ കൗലിയായ റുക്കന് അത് ഓതേണ്ട സ്ഥാനത്തല്ലാതെ അതിനെ മുന്തിച്ച് അതല്ലെങ്കിൽ വേറൊരു സ്ഥാനത്ത് അത് ചൊല്ലിക്കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുമെന്ന അഭിപ്രായ പ്രകാരം ആദ്യത്തെ അത്തഹിയാത്തിൽ ആലിൻ്റെ മേൽ സ്വലാത്ത് ചെല്ലൽ നിസ്കാരം തന്നെ ബാത്തിലാകുമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചുരുങ്ങിയ രൂപം ഞാൻ ചൊല്ലിത്തരാം. അത്തഹിയാത്തിൻ്റെ ചുരുങ്ങിയ രൂപമുണ്ട്, പരിപൂർണമായ രൂപമുണ്ട്. ചുരുങ്ങിയ രൂപം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന അത്തഹിയാത്തു ലില്ലാഹി സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു സലാമുൻ അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ ചുരുങ്ങിയ അത്തഹിയാത്തിന് ശേഷം ചുരുങ്ങിയ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്തും ചൊല്ലുക. അതേതാണ്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ഇതാണ് ചുരുങ്ങിയ രൂപം. ഈ ചുരുങ്ങിയ രൂപം നാം പഠിക്കൽ അത് ഫർള് ഐനാണെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. കാരണം സമയം കുടുസാകുന്ന സമയത്ത്, ഇനി നിസ്കരിക്കാൻ 3-4 മിനിറ്റുള്ളൂ, അപ്പോൾ നിസ്കരിക്കുമ്പോൾ ഈ ചെറിയ രൂപം ഓതി നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ആ സമയത്തിന് നമുക്ക് നിസ്കരിച്ച് തീർക്കാൻ കഴിയും. അതല്ലാത്ത പക്ഷം നമുക്ക് ആ സമയത്തിൻ്റെ ഉള്ളിൽ നിസ്കരിക്കാൻ കഴിയുകയില്ല. അപ്പോൾ സമയം കുടുസാകുന്ന സന്ദർഭത്തിൽ ഓതി നിസ്കരിക്കാൻ പാകത്തിനുള്ള ഇൽമ്, നിസ്കാരത്തിലെ ദിക്റുകൾ പഠിച്ചിരിക്കൽ നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ മിനിമം ഈ ചുരുങ്ങിയ രൂപമെങ്കിലും നാം ചൊല്ലിയിരിക്കണം. അതിൻ്റെ പരിപൂർണമായ രൂപം നാം പൊതുവെ നിസ്കാരങ്ങളിൽ ചെല്ലാറുള്ള അത്തഹിയാത്തിൻ്റെ രൂപമാണ്. അത് ഞാൻ ഒന്ന് പറയാം. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തൊട്ടുടനെ സ്വലാത്തും കൂടി ചൊല്ലുക. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഇവിടെ നാം സയ്യിദിന എന്ന് നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ അള്ളാഹുവിൻ്റെ ഗുണം ചൊരിയട്ടെ. ആ അലാ സയ്യിദിന എന്നുള്ള പദം കൂടി നാം ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ അത്തഹിയാത്തിൻ്റെ ഹുക്കുമും വിധിയും അതിൽ ഓതേണ്ട കാര്യങ്ങളും പറഞ്ഞു. ഇനി നാം പറയുന്ന അവസാനത്തെ അത്തഹിയാത്തിൻ്റെ വിധിയും ഏതൊക്കെ കാര്യങ്ങളാണ് അതിൽ ഓതേണ്ടത് എന്നുമാണ്. അവസാനത്തെ അത്തഹിയാത്ത് എന്ന് പറയുന്നത് നിസ്കാരത്തിൻ്റെ 11ാമത്തെ നിർബന്ധമായിട്ടുള്ള ഫർളാണ്. ഇഹ്ദാ അശ്റഹ, നിസ്കാരത്തിൻ്റെ റുക്കനുകളിൽ നിന്ന് 11ാമത്തേത് അത്തഹിയാത്താണ്, അവസാനത്തെ അത്തഹിയാത്താണെന്നാണ് പറയുന്നത്. ഈ അവസാനത്തെ അത്തഹിയാത്ത് ഓതുമ്പോൾ അതല്ലെങ്കിൽ ആദ്യത്തെ അത്തഹിയാത്ത് ഓതുമ്പോൾ പല ആളുകളും ബിസ്മി ഓതാറുണ്ട്. ഇവിടെ ബിസ്മി ഓതാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് ലൽ ബസ്മലത്തി ഖബ്ലഹു, അത്തഹിയാത്ത് തുടങ്ങുന്നതിന് മുന്നേ ബിസ്മി ഓതേണ്ടതില്ല. അവസാനത്തെ അത്തഹിയാത്തിൻ്റെ ചുരുങ്ങിയ രൂപം എന്ന് പറയുന്നത് ആദ്യത്തെ അത്തഹിയാത്തിൻ്റെ അതേ ചുരുങ്ങിയ രൂപം തന്നെയാണ്. അവസാനത്തെ അത്തഹിയാത്തിൻ്റെ അക്മലായ രൂപം നമുക്ക് ഒന്ന് പറയാം. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി
അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അവിടെ ആലിൻ്റെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുള്ള സലാത്ത് കൂടി ചൊല്ലിയാൽ നിർബന്ധമായിട്ട് അതിലെ ഫർള്, അത്തഹിയാത്തിലെ ഫർള് വീടി എന്നുള്ളതാണ്. അതിനുശേഷം നാം ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുക. അതിനുശേഷം അത്തഹിയാത്തിനും സലാത്തിനു ശേഷമുള്ള അവസാനത്തെ ദുആ അല്ലാഹുമ്മ ഗഫിർലി മാ ഖദ്ദംതു എന്ന് തുടങ്ങുന്ന ആ ദുആ കൂടി ചൊല്ലി നാം സലാം വീട്ടി അവസാനിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുന്ന നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഏത് രൂപത്തിലാണ് ആദ്യത്തെ അത്തഹിയാത്തിലും അവസാനത്തെ അത്തഹിയാത്തിലും ഇരിക്കേണ്ടത് എന്ന്. കാരണം നിസ്കാരത്തിൻ്റെ 12ാമത്തെ റുക്ന് അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കുക എന്നതാണ്. അപ്പോൾ ഏത് ഇരുത്തമാണ് ഇരിക്കേണ്ടത് എന്നറിയൽ നിർബന്ധമാണ്. നാം ആദ്യത്തെ അത്തഹിയാത്തിൽ ഇരിക്കേണ്ടത് ഏത് രൂപത്തിലാണ്? ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ് നാം ഇരിക്കേണ്ടത്. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഇടത് കാലിൻ്റെ മുകളിലായി ഇരിക്കുക. നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കേണ്ടത്. ഇനി അവസാനത്തെ അത്തഹിയാത്തിൽ ഏത് രൂപത്തിലാണ് ഇരിക്കേണ്ടത്? തവറുക്കിൻ്റെ ഇരുത്തം. വരിക്കിൻ്റെ മേൽ ഇരിക്കുന്നതിനാണ് തവറുക്ക് എന്ന് പറയുന്നത്. വരിക്കെന്ന് പറഞ്ഞാൽ ചന്തിക്കെട്ട്, അതായത് ഹിപ്പിൻ്റെ മേൽ ഒരാൾ ഇരിക്കുക. ഈ പിക്ചറിൽ കാണും പോലെ ഹിപ്പിൻ്റെ മേൽ ഇരിക്കുന്നതിനാണ് തവറുക്കിൻ്റെ ഇരുത്തം എന്ന് പറയുന്നത്. അപ്പോൾ അവസാനത്തെ അത്തഹിയാത്തിൽ തവറുക്കിൻ്റെ ഇരുത്തം ഇരിക്കുക. നമ്മൾ അവസാനത്തെ അത്തഹിയാത്ത് എന്ന് പറഞ്ഞാൽ പറയുന്നത് തൊട്ടുടനെ ഇനി എന്താണ്? സലാം വീട്ടി നിസ്കാരം അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ ഈ നിസ്കാരത്തിൻ്റെ അവസാനത്തിലുള്ള അത്തഹിയാത്താണ് എന്ത്? അവസാനത്തെ അത്തഹിയാത്ത്. സുബഹി, വിത്ർ, അതുപോലെ തറാവീഹിൻ്റെ ഈ രണ്ട് റക്കാത്തുകളിലൊക്കെ അവസാനത്തെ അത്തഹിയാത്ത് എന്ന് പറയുന്നത് നിസ്കാരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ അത്തഹിയാത്താണ്. ആ അത്തഹിയാത്തിലൊക്കെ സുബഹി അടക്കമുള്ള നിസ്കാരത്തിൻ്റെ അവസാനമൊക്കെ ഈ തവറുക്കിൻ്റെ ഇരുത്താണ് ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ അവസാന റക്കാത്തിൽ ഇമാമിനോടൊപ്പം കൂടുന്നയാൾ, ഇമാമും മറ്റുള്ള മഅ്മൂമീങ്ങളും തവറുക്കിൻ്റെ ഇരുത്തം ഇരിക്കുമ്പോൾ ഈ മസ്ബൂക്കായ ആൾ ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ് ഇരിക്കേണ്ടത്. ഇടത് കാലിന്മേലാണ് ഇരിക്കേണ്ടത്. ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ് അവിടെ ഇരിക്കേണ്ടത്. കാരണം ഈ മഅ്മൂമിനെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ ആദ്യത്തെ അത്തഹിയാത്താണ്. അതുപോലെ അബ്ആലു സുന്നത്തുകളിൽ നിന്ന് ഏതെങ്കിലും മറന്നുപോയ ആൾ അവൻ അവസാനത്തെ അത്തഹിയാത്തിൽ അവൻ സഹ്വിൻ്റെ സുജൂദ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള അത്തഹിയാത്ത് ഈ ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ് ഇരിക്കേണ്ടത്. തവറുക്കിൻ്റെ ഇരുത്തമല്ല. സഹ്വിൻ്റെ സുജൂദൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കേണ്ടതാണ് തവറുക്കിൻ്റെ ഇരുത്തം. അതിനുശേഷമാണ് സലാം വീട്ടേണ്ടത്. അപ്പോൾ ഇരിക്കേണ്ട രൂപം കൂടെ നാം മനസ്സിലാക്കുക. അപ്പോൾ നാം ഈ അത്തഹിയാത്തിൻ്റെ ആകത്തുക പറയുകയാണെങ്കിൽ ആദ്യത്തെ അത്തഹിയാത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വരെ ചൊല്ലുകയും അവസാനത്തെ അത്തഹിയാത്തിൽ ഇനി തീരെ നമുക്ക് ചെല്ലാൻ നിർവാഹമില്ല, സലാത്തും അവസാനത്തെ ദുആയൊന്നും ചെല്ലാനുള്ള സമയമില്ല, അങ്ങനെയുള്ള സന്നിഗ്ധ ഘട്ടത്തിൽ മാത്രം എവിടം വരെ ചുരുക്കുക? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അതല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അവിടം വരെ ചൊല്ലുക. അപ്പോൾ അതൊന്ന് നമുക്ക് മൊത്തത്തിൽ ഒരുമിച്ച് ആ അത്തഹിയാത്ത് ഒന്ന് ചൊല്ലാം. അവസാനത്തെ അത്തഹിയാത്ത് നമുക്ക് ചൊല്ലാം ഇൻഷാ അല്ലാഹ്. അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. അപ്പോൾ നാം ഈ പറഞ്ഞത് അത്തഹിയാത്തിൻ്റെ പരിപൂർണ്ണ രൂപമാണ്. അത്തഹിയാത്തിൽ നിർബന്ധമായിട്ടും ഫർളായിട്ട് നാം ചൊല്ലേണ്ട ഒരു രൂപം പറയുന്നുണ്ട്.
അതും നാം മനസ്സിലാക്കിയിരിക്കുക. ഇൻഷാ അല്ലാ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അടുത്ത ആളുകളിലേക്ക് ഈ വിലപ്പെട്ട ഇൽമ് നിങ്ങൾ അറിയിച്ചു കൊടുത്ത് അതിൻ്റെ ഒരു പുണ്യം നിങ്ങളും കൂടെ കരസ്ഥമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പഠിച്ച ഇൽമിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവും തൗഫീക്കുമെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ മറ്റൊരു വിഷയമായി കാണാം. കീപ് വാച്ചിങ് ബാക്ക് ടു ജന്ന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.